തങ്കശ്ശേരിയിൽ നിന്ന് രാജ്കുമാർ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു. അവിടുത്തെ ഫൈനൽ പ്രതീക്ഷകൾ, ആവേശം എങ്ങനെ എന്ന് നോക്കാം. രാജ്കുമാറിലേക്കാണ്. രാജ്കുമാർ, തങ്കശ്ശേരിയുടെ ഫൈനൽ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? സ്പെയിനിനൊപ്പവും അർജന്റീനയ്ക്കൊപ്പവും എല്ലാവരും ഫുട്ബോൾ പ്രേമികൾ ലൈനപ്പായോ? ലൈനപ്പോ അതായത് ഊട്ടി വഴി മസിനഗുഡി വഴി നേരെ കപ്പം കൊണ്ട് നേരെ തങ്കശ്ശേരിയിലേക്ക് വരാനാണ് അർജന്റീനക്കാർ ഇവിടെ കാത്തിരിക്കുന്നതാണോ? ഇവര് അറിയാമല്ലോ നമ്മള് ഇത് മാത്രമല്ല, നമ്മുടെ സ്ക്രീനില് ബിഗ് സ്ക്രീനിൽ നമ്മുടെ കൈരളി ചാനൽ വെച്ചിട്ടുണ്ട്. രാഹുൽ അത് കാണിച്ചു കൊടുക്ക്. നമ്മുടെ സ്ക്രീനിൽ കാണാം, അത് കാണാം, ആ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നു. രാജ്കുമാറിനെ ഞങ്ങൾ കാണുന്നുണ്ട്. ഇനി ഇതിനേക്കാളും വലിയ സ്ക്രീൻ, അതെ ഇതിനേക്കാളും വലിയ സ്ക്രീനില് ഇനി അവര് സ്ക്രീൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുകൂടിയുണ്ട്. ഇവര് നമ്മുടെ തങ്കശ്ശേരി കാർണിവൽ അറിയാം. അതെ തങ്കശ്ശേരി കാർണിവൽ അറിയാമല്ലോ. തങ്കശ്ശേരി കാർണിവൽ എന്ന് പറയുന്നത് നമ്മുടെ ഡച്ചും പോർച്ചുഗീസും ബ്രിട്ടനും എല്ലാവരും ചേർന്ന് ഭരിച്ചിരുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ നമ്മുടെ തീരദേശത്തുള്ള നമ്മുടെ ചുടക്കുട്ടികൾ, നമ്മുടെ കേരളത്തിന്റെ സൈന്യം, അവര് എൻ ബ്ലോക്ക് എല്ലാവരും, എനിക്ക് തോന്നുന്നത് അർജന്റീന ഫാൻസുകാരാണ് ഏറ്റവും കൂടുതൽ. ഒരു മോളുണ്ട് ഇന്ന് നമ്മൾ കപ്പ് പൊക്കിയിരിക്കും, അർജന്റീനക്കാര് ഇന്ന് കപ്പ് പൊക്കിയിരിക്കും ഉറപ്പ്. മിശിക പൊക്കും, കപ്പ് തൂക്കിയിരിക്കും. നാലാമത്തെ കപ്പ് എടുക്കും മിശിക, അത് വേറെ. പക്ഷെ ഈ മറ്റേ ഇതിന്റെ ഈ ബൂട്ടിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താ? ഏത് ബൂട്ടിനെ പറ്റി? ഏത് ബൂട്ടാ? ഗോൾഡൻ ബൂട്ട്. ഗോൾഡനെ പറ്റി ആണ് പറയുകയാണെങ്കിൽ 2 ഗോളും കൂടെ അടിക്കും, ഒരു അസിസ്റ്റും കൂടെ ചെയ്യും. ഉറപ്പായിട്ടും നല്ല സൂപ്പർ, നല്ല കിടിലൻ ഗോൾഡൻ ബൂട്ട് ഈ ഇന്നത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എടുത്തിരിക്കും. ഉറപ്പാണത്. എംബാപ്പെ 2 ഗോളല്ലേ അടിച്ചോളൂ. 2 ഗോളും കൂടെ അടിക്കും, ഒരു അസിസ്റ്റും കൂടെ ചെയ്യും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇന്ന് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉണ്ടോ? സ്പെയിൻ സർക്കാരല്ല, സ്പെയിൻ നല്ല സൂപ്പറായിട്ട് എന്ത് കളിച്ചാലും ശരി അടിപൊളിയായിട്ട് നമ്മൾ നല്ല തിരിച്ചു വന്നിരിക്കും. ശരി. നമ്മുടെ പ്രദേശം അർജന്റീന ഇപ്രാവശ്യം കപ്പ് നിലനിർത്തും. നമ്മള് മെസ്സി കപ്പ് എടുത്തിരിക്കും. മെസ്സി തന്നെ 2ാമതും ഇപ്രാവശ്യം കപ്പ് ഉയർത്തിയിരിക്കും. ആ ഒരു ആവേശത്തിലാണ് നമ്മുടെ തീരപ്രദേശം.